നമസ്കാരം. എല്ലാവരും ഓണമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഒരുപാട് റീൽസും വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. ഓണമായിട്ട് എല്ലാവരും ഐക്യത്തോടെ ഓണം ആഘോഷിച്ച റീൽസും വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കാണുമ്പോൾ നമ്മളും കോളേജിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നവരായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുക. ഇപ്പം വർക്ക് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കുശുമ്പ് വരുവാണ് പിള്ളേരുടെ എൻജോയ്മെന്റ് കാണുമ്പോൾ. പക്ഷെ ഇതിനിടയ്ക്ക് കുറെ പുഴുക്കുത്തുകൾ എന്ന് പറയുന്ന രീതിയിൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലെനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ കണ്ട ഒരു റീല്, ഒരു പെൺകുട്ടി ഒരു അത്തപ്പൂക്കളം ചവിട്ടി തെറിപ്പിച്ച് പോകുന്ന ഒരു വീഡിയോ. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു പോയി. കാര്യം ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്കിടയിലും ഇതുപോലത്തെ കുറെ അവതാരങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. കണ്ടില്ലേ? സത്യം പറഞ്ഞാൽ ഇവിടെ എങ്ങനെ വല്ലവർ കടിച്ചോ? അത്തപ്പൂക്കൾ ഇവിടെ കടിച്ചോ? എന്ത് കഷ്ടപ്പെട്ടായിരിക്കും ആ ഒരു കളർ ഇട്ടത്? എത്ര സമയം വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ആ ഒരു പൂക്കളം ഇടാൻ വേണ്ടിട്ട്. കുറച്ച് പേരുടെ ഹാപ്പി ആയിരിക്കും ആ ഒരു പൂക്കളം അതിട്ട് തീരുമ്പോൾ ഉള്ള അവർ സന്തോഷം, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ വന്നപ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് ഇട്ടുന്ന ഒരു സന്തോഷം, അത് അവിടെ ചവിട്ടി തെറിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം ഈ ഒരു CCTV ദൃശ്യം കാണിക്കുമ്പോൾ തന്നെ കുറച്ച് പേര് ബാക്ക് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, അതൊരു ഇവരിത് നോക്കിക്കാണും, എങ്ങനെയായി, എന്താണ് പറ്റിയത് അത്തപ്പൂക്കളത്തിന് ഇന്ന് നോക്കിക്കാണും, അപ്പം കണ്ടതായിരിക്കാം. അപ്പൊ അവരുടെ ഒരു വിഷമം നനച്ചു നോക്കൂ. ഇത്രയും വർഗീയത നിറഞ്ഞ കുറെ വ്യക്തികൾ. എല്ലാവർക്കും അവരവരെ മതം തന്നെയാണ് വലുത്, അതിനകത്ത് ഒരു സംശയമില്ല. പക്ഷെ മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് എങ്ങനെയാണ് കാണിക്കുന്നത് അതിന്റെ അപ്പുറം തിരിച്ച് കാണിക്കും പലരും. പിന്നെ അങ്ങോട്ട് തിരിച്ച് കിട്ടി കഴിയുമ്പം അയ്യോ ഞങ്ങളെ മതത്തെ പറയുന്നതേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എല്ലാവരും ഇവിടെ പോലെ അല്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഓണത്തിനും നബിദിനത്തിനും ഒക്കെ വന്ന കുറെ റീൽസും വീഡിയോസും ഒക്കെ. സത്യം പറഞ്ഞാൽ എല്ലാ സമൂഹത്തിലും എല്ലാവരും നല്ലതുമല്ല, എല്ലാവരും ചീത്തയല്ല. ഇതുപോലത്തെ കുറെ പുഴുക്കുത്തുകൾ എല്ലായിടം കാണുമല്ലോ. അപ്പം എന്തായാലും ഇവളെ പോലുള്ളവരെ കണ്ടെത്തി അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അവരെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം. കാര്യം ഇവിടെ നമുക്ക് നാളെ ഇതിലും വലുത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നാളെ ഇതിലും വലുത് എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്തായാലും കുറച്ച് സന്തോഷം തരുന്ന കുറച്ച് വീഡിയോ കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം.